അങ്ങനെ അഭ്യൂഹങ്ങൾക്ക് വിട നൽകിക്കൊണ്ട് ഝാർഖണ്ഡിൽ അവിടുത്തെ ഭരണകക്ഷിയായ JMM പിളരുകയാണ്. പിളർപ്പ് പൂർത്തിയാക്കിക്കൊണ്ട് പുതിയ പാർട്ടി രൂപീകരിക്കും, ഉടൻ പ്രഖ്യാപനമുണ്ടാകുമെന്ന് ചമ്പാ സോറൻ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചമ്പാ സോറനും സംഘവും 6 MLA-മാർ അദ്ദേഹത്തിനോടൊപ്പമുണ്ട്. അവർ BJP-യിൽ ചേരുമെന്നുള്ള അഭ്യൂഹങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ അതിനെല്ലാം തള്ളിക്കൊണ്ട് പുതിയ പാർട്ടി രൂപീകരിക്കുകയാണെന്നും പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നും പറയുന്നു. ഏതായാലും ഭരണകക്ഷി നെടുകെ പിളരാനുള്ള സാധ്യതയാണ് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നത്. ഏതായാലും നിലവിൽ ആരുമായി സഖ്യത്തിനില്ല എന്നും പിന്നീട് ആരുമായി സഖ്യത്തിന് പോകുന്നുണ്ട് തനിക്ക് എതിർപ്പില്ല എന്നും ചമ്പാ സോറൻ അറിയിച്ചിരിക്കുന്നു. ഏതായാലും BJP ഈ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം അവശേഷിച്ചിരിക്കുകയാണ്. ഝാർഖണ്ഡിൽ പുതിയൊരു പാർട്ടി, അതും JMM-ന്റെ ഒരു വലിയ പിളർപ്പ് തന്നെയാണ്. ഈ പാർട്ടിയെ കൂട്ടി BJP NDA സഖ്യം വിപുലീകരിക്കുമോ അതോ പഴയതുപോലെ BJP ഒറ്റയ്ക്ക് മുൻപോട്ട് പോകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം 5 വർഷം കൂടുമ്പോൾ ഓരോ പാർട്ടികൾ മാറി മാറി ഭരിക്കുന്ന രീതിയാണ് ഝാർഖണ്ഡിൻ്റെ രാഷ്ട്രീയ ചരിത്രം. ഏതായാലും അവിടെ പുതിയൊരു പാർട്ടിയുടെ പിറവികൊണ്ടിരിക്കുന്നു. ചമ്പാ സോറൻ BJP-യിലേക്കില്ല, പകരം പുതിയ പാർട്ടി രൂപീകരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.